അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്നത് മിനി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ മൈൻ ക്രാഫ്റ്റിന്റെ സെയിം മിനി ക്രാഫ്റ്റ് അതുമായിട്ട് ഏറ്റവും റിലേഷൻ ഉള്ള ഗെയിം എന്നാണ് ഇത് പറയുന്നത്. ഇതിൽ വില്ലേജ് ഒക്കെ ഉണ്ട്, ഇതിൽ 2 മാപ്പ് ഉണ്ട്. നമ്മൾ പുതിയ എടുക്കുകയാണ്. നമുക്ക് നമുക്ക് പുതിയത് തുടങ്ങണം. നമുക്ക് നമ്മളിടുന്ന പേര് മിസ്റ്റർ കുറുമ്പൻസ്, മിസ്റ്റർ കെ എന്ന് മതിയല്ലേ, അല്ലെ MK എന്നാണോ? അപ്പോൾ MK ആണ് നമ്മുടെ പേര്. ക്രിയേറ്റീവ് കളിക്കാൻ സർവേയിൽ കളിച്ചിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ ചാവുന്നത്? അപ്പൊ നമ്മളാരാ ഗൈസ്? അപ്പൊ നമ്മൾ എവിടെയാണോ തോന്നുന്നു, ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പൊ ഈ ചട്ടിത്തലയാണോ നമ്മൾ? ഇതെന്താണ് കൊള്ളക്കാരന് ഇതാണ് നമ്മള്. അപ്പൊ നമ്മളെ തന്നെ നോക്കും ഗൈസ്. ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ബാക്കിൽ പോ. ഇവ ശരിയല്ല, നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടമില്ല ഈ സാധനം. അയ്യോ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വ്യൂ മാറ്റാം. അതാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ കണ്ടല്ലോ, നമ്മളൊരു ചട്ടിത്തലേനൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. കോട ഈ ലോഡ അറിയാൻ മതി. ഇതിൽ 2 പ്രാവശ്യം ഇങ്ങനെ നിക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ താഴെ ഇരിക്കുന്ന ലൈക്കിൽ കൂടെ ഒന്ന് അമക്കൂ ഗൈസ്. നമ്മൾ പറന്നു, ഇനി നമുക്ക് പാടാം. മതി 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 മതി. ഗൈസ് നമുക്ക് ഈ റിവർ ഫോളോ ചെയ്തിട്ട് പോവാം. ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ഇതിലല്ലേ മറ്റേ മാപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചത് വില്ലേജ്. ഗൈസ് കുറെ വില്ലേജ് ഉണ്ട് ഗൈസ് ഇതിൽ. ഒന്നല്ല, ഞാനാണെങ്കിൽ എന്റെ ഫോണിൽ 5 എണ്ണം കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ആകെപ്പാടെ ഒരെണ്ണം കണ്ടുപിടിച്ചോളൂ, എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതിൽ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവന്റെ മാപ്പെടുത്ത് നമ്മൾ വില്ലേജ് കാണിച്ചു. എന്റെ മാപ്പിൽ വില്ലേജ് ഉണ്ട് ഗൈസ്, നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് തുടങ്ങിയോണ്ട് തേടി പോകുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. ഞാൻ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ 2 ദിവസം എടുത്തിട്ടാണ് ഗൈസ്. യഥാർത്ഥത്തിൽ നമ്മളല്ല, ഒരു വില്ലേജർ വരും ഗൈസ് നാട് കാണാൻ. അങ്ങനെ വില്ലേജറിന്റെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വില്ലേജ് കാണാം. ഇവിടെ വല്ല മത്തങ്ങ ഉണ്ടാകുന്ന നോക്കാം. മത്തങ്ങ തല കണ്ടാൽ പിന്നെ അവിടെ വില്ലേജ് ഉണ്ടെന്ന് ഉറപ്പിക്കാം ഗൈസ്. കാരണം ഞാൻ കണ്ട എല്ലാ വില്ലേജിലും മത്തങ്ങ തലയുണ്ട്. ഇവന്മാര് വെള്ളത്തിന്റെ സൈഡിലൊക്കെ കൊണ്ട് വീട് വയ്ക്കും. ഇതെന്താ കറങ്ങി ഈ പഴയ സ്ഥലത്ത് തന്നെയല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് ഈ ഗെയിം തെളിയിക്കും. അതെ അതെ ഗൈസ്. ഇതിൽ കായൽ വരെ ഉണ്ട് ഗൈസ്. കായല് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം ഗൈസ്. ഇതിന്റെ പാർട്ട് മരത്തിന് എന്തൊരു കുഴപ്പം. സീസൺ കൊള്ളാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം. ഈ മണ്ണ് കണ്ടിട്ടുണ്ടോ? ഇല ഒഴിഞ്ഞ് കിടക്കണയാണെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും റിവർ ഫോളോ ചെയ്ത് പോവാം ഗൈസ്. ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ഇടും. അത് വേറെ കാര്യം, കാരണം ആരും കമന്റ് ചെയ്യാറില്ല. ഈ വീഡിയോക്കെങ്കിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. പിന്നെ നമ്മൾ അപ്പം ഇവിടെ ഫുള്ള് ഈ കുറ്റി വരെ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളാദ്യം മൾട്ടിപ്ലെയർ കളിക്കാൻ നോക്കി, നടന്നില്ല. എന്തോ നമ്മളത് ശ്രമിക്കും പറ്റുമെന്ന്. നമുക്ക് ഈ കടലിൽ നേരെ പോവാൻ, വേറെ ഐലൻഡിൽ പോവാം. ഈ ഐലൻഡിൽ ഒരു കുന്തവും ഇല്ല. ഇത് മൊത്തം ഇത് തന്നെ ഹൈ പന്നി കുട്ട. ഉച്ചത്തേക്ക് പിടിച്ചിരിക്കാൻ എന്തെങ്കിലും നമുക്ക് പന്നി ഫ്രൈ എടുക്കാം. പക്ഷെ സർവൈവൽ മോഡിലെ തിന്നാൻ പറ്റും. ഇതാണ് പന്നിയുടെ കുട്ടി. പാവത്തിനെ കൊന്നു പറന്നുപോയി. അതിന്റെ അമ്മ നോക്ക്, നീയാണ് അതിനെ കൊന്നു. അതുകൊണ്ട് ദേശത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ അടിച്ചു കൊന്നു. ചിക്കൻ കിട്ടി നമുക്ക് നോക്കാം. ഓക്കെ,
അതെ. ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ പന്നി ഫ്രൈ ആണ് കഴിക്കുന്നത്. പക്ഷെ സർവൈവൽ മോഡിൽ കഴിക്കാൻ പറ്റില്ല, ഇതിൽ പറ്റൂല. കുറെ ശ്രമിച്ചിട്ടുണ്ട്, പറ്റൂല, ഇല്ല. ചിലപ്പോഴൊക്കെ ചിക്കനും കൊണ്ട് നമുക്ക് കറങ്ങാൻ കാണുന്ന വില്ലേജർമാർക്കെല്ലാം കൊടുക്കാം. ഗൈസ് ഇതിൽ സ്പോൺ ചെയ്യാൻ പറ്റും വില്ലേജേഴ്സിനെയൊക്കെ. മൈൻക്രാഫ്റ്റിൽ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. മൈൻക്രാഫ്റ്റ് എങ്ങനെ പൈസ കൊടുക്കണോ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കളിക്കുന്നത്. എല്ലാവരും പറയുന്നു പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം, പൈസ കൊടുക്കണമെന്ന്. അതുകൊണ്ട് എവനും പറയുന്നു അവന് പൈസ കൊടുക്കണമെന്ന്. ഗൈസ് ഒരു 28 രൂപയ്ക്കാണ് ഇങ്ങനെ പറയണത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ 28 രൂപ, അല്ല പൈസ ഒന്നും കൊടുക്കണ്ട. പൈസ 28 രൂപ എന്താ പൈസയല്ലേ? അതാണെങ്കിൽ പ്ലേ പോയിന്റ്സ് വെച്ച് ഗൈസ്. ബോറടിക്കുന്നുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ ആ ലൈക്കിൽ ഒന്ന് അമർത്തും, അപ്പോൾ ബോറടി മാറും. അയ്യോ കുറച്ചും കൂടെ മാറണമെങ്കിൽ ആ സബ്സ്ക്രൈബിൽ കൂടി ഒന്ന് നിൽക്കും. ഗൈസ് നമ്മൾ വീണ്ടും ആ കുറ്റിക്കട്ട് എത്തി. അതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് ചമ്മിയിരിക്കുന്നു. നമുക്ക് ഈ വലിയ റിവർ ഫോളോ ചെയ്യാം. നമ്മളത്ര പ്രോയൊന്നും അല്ല ഗൈസ്, എന്നാലും ഓ ഇപ്പൊ സ്പീഡ് വന്നില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ ഇത് പറ്റും നീ അല്ലേടെ പറഞ്ഞിട്ടോ എവിടെ എല്ലാം കയറി ക്യാമ്പ് അടിക്കട്ടെ പോടേ. ഇതാണ് ഗൈസ് അപ്പൊ കായൽ. ഇതാണ് കായൽ. ഒരാളെ ഉള്ളു അവിടെ. ഇവിടെ അകത്ത് ആളുണ്ടെങ്കിൽ നമുക്ക് വഴി ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുമെന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് താമസം. നമുക്ക് സ്റ്റെപ്പ് വെച്ചു കൊടുക്കാം, നമ്മൾ സഹായിക്കാം. ആരോ എന്തരോ നോക്കിയാണ് ഒരാളെ സ്പോൺ ചെയ്യാം, അവരെങ്കിലും കയറി താമസിക്കും. അപ്പൊ ഇവിടെ അടുത്തെല്ലാം കാണണോടാ, നോക്കി നോക്കി നീ. ഇവിടെ 2 നിലയാ. നമുക്ക് അപ്പൊ കായലിറങ്ങി കുറച്ച് നേരം കുളിക്കാം. ഏതാണ്ട് താമരയൊക്കെ കിടക്കണം ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഓടി ഒന്ന് ചാടി ഒറ്റ ചാട്ടാണ്. ദൂരെ ഒന്ന് ഓടി ഒന്ന് ചാടാം. നീ പോടാ.